3400 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഫാരോ അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാടധികം വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. പുരാതന ഈജിപ്തുകാരെ പറ്റി പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് നക്ഷത്രങ്ങളുടെ നീക്കങ്ങളും അനക്കങ്ങളൊക്കെ പഠിക്കുകയും അതുപയോഗിച്ച് വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള കലണ്ടർ അടക്കം നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാരാണിവർ. അതുപോലെ തന്നെ സിരിയസ് എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അനക്കങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ട് വളരെയധികം അക്യുറസിയോടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കിയിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്നത്. അതിന്റെ എല്ലാം അർത്ഥം ഇവർ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രം ഫോളോ ചെയ്തു പോയിരുന്ന ഒരു കൂട്ടരല്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് നടന്ന ഒരു സംഭവം ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു UFO എൻകൗണ്ടർ ആയിരിക്കാം അത്. അപ്പോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാം. അതോടൊപ്പം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മനുഷ്യ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിരുന്നു. എന്നാൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്ന എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാർ മാപ്പ് ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിയുടെയും സ്റ്റാർ മാപ്പ് നമുക്ക് നാസയുടെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് അത്ര അധികം പ്രിസൈസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി ഫോട്ടോ ഫ്രെയിമാണ് സ്റ്റാർ മാപ്പ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സ്റ്റാർ മാപ്പ് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 3400 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് രണ്ടുപേരായിരുന്നു. അവരുടെ പേര് ഹാറ്റ്ഷെപ്സുട്ട് എന്നും തുട്ട്മോസ് III എന്നുമായിരുന്നു. തുട്ട്മോസ് IIIയുടെ സ്റ്റെപ്പ് മദർ ആയിരുന്നു ഹാറ്റ്ഷെപ്സുട്ട്. ഇവിടുത്തെ കിടപ്പുവശം എങ്ങനെയാന്ന് വെച്ചാൽ ഹാറ്റ്ഷെപ്സുട്ട് കുറച്ചും കൂടി പവർഫുൾ ആയിരുന്നു, കുറച്ചും കൂടി ഡോമിനന്റ് ആയിരുന്നു തുട്ട്മോസ് IIIനെക്കാളും. അങ്ങനെ നീണ്ട 24 വർഷത്തെ ഒരുമിച്ചുള്ള ഭരണത്തിന് ശേഷം ഹാറ്റ്ഷെപ്സുട്ട് ചരിത്രങ്ങളിൽ നിന്ന് എങ്ങോട്ടോ മാറി മറയുന്നു. പിന്നീട് ഈജിപ്തിന്റെ ഫുൾ ഭരണം തുട്ട്മോസ് IIIയുടെ കയ്യിലേക്ക് മാറുന്നു. ഇവരുടെ ചരിത്രം മുഴുവനും ഞാൻ പറയുന്നില്ല, അതിന്റെ സിറ്റുവേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഒരുപാടധികം കാര്യങ്ങൾ ഇദ്ദേഹം ഈജിപ്തിന് വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ഇദ്ദേഹത്തെ നെപ്പോളിയൻ ഓഫ് ഈജിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് അവർ അച്ചീവ് ചെയ്തെടുത്തത്, ഈ വക കാര്യങ്ങളെല്ലാം വളരെയധികം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഈ വർഷങ്ങളിലൂടെ ഏതൊക്കെ ആൾക്കാരാണ് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈവശമുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് പെർ ആങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലൈബ്രറി പോലത്തെ ഒരു സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇവിടെ റെക്കോർഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈറോഗ്ലിഫ്സിലൂടെയും ചുമർ ചിത്രങ്ങളിലൂടെയും ഇവരിങ്ങനെ എഴുതി വെക്കുന്നതാണ്. അപ്പോ ഇത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ക്രൈബ്സ് എന്ന് വിളിക്കുന്നത്. ഓരോ രാജാക്കന്മാർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം സ്ക്രൈബ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഏതോ ഒരു ദിവസം ഇത്തരം സ്ക്രൈബ്സുകളെല്ലാം പെർ ആങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ ആകാശത്ത് എന്തോ സംഭവങ്ങൾ കാണുന്നത്. ഇവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തീഗോളങ്ങൾ പോലത്തെ എന്തോ ഒരു സംഭവം ആകാശത്ത് പറന്നു നിൽക്കുന്നതാണ് ഇവർ കാണുന്നത്. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം, ഇത് കണ്ടിരിക്കുന്നത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്ക്രൈബ്സ് ആണ്. അതായത് സ്കൈ വാച്ചേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ കാലഘട്ടത്ത് ഈജിപ്തില് റിലീജിയൻ ദൈവം എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കണ്ണുകൊണ്ട് കാണുന്നത് ദൈവത്തെയാണ് എന്നാണ് ഇവർ ആദ്യം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ തീരുമാനിക്കുന്നു, നമുക്ക് ഈ ഒരു കാഴ്ച ഭിത്തിയിൽ വർക്ക് ചെയ്തു വെക്കാം, അതായത് ദൈവത്തെ കണ്ടു എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തു വെക്കാം. പക്ഷേ അപ്പോഴാണ് അവർ വേറെ ഒരുപാടധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കാലത്ത് ഇവർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രൂപമായിരുന്നു ആകാശത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിന്നത്. വളരെ വളരെ കൃത്യമായി അവർ കണ്ടിരുന്ന ആ ഒരു സംഭവത്തിന് യാതൊരു രീതിയിലുള്ള ശബ്ദമില്ല എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട്, ഒരു തല ഇല്ലെന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം വന്നപ്പോൾ ഒരു മെനഘട്ട മണം ആ ഒരു ഏരിയ മുഴുവനും പടർന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവർ വളരെയധികം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ച് വന്ന യൂണിറ്റ് ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തിന്റെ നീളമടക്കം അവർ അളന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചു വന്ന ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൈ വാച്ചേഴ്സിന്റെ മുന്നിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് നടന്നതിന് ശേഷം ഇവർ കണ്ട കാര്യങ്ങൾ മുഴുവനും ഈ രാജാവിന് അടുത്ത് പോയി പറയുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഇതേ സംഭവത്തെ വീണ്ടും അവർ കാണുന്നു. ഇവർ പറയുന്ന മറ്റൊരു ഡീറ്റെയിൽ എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന് സൂര്യനേക്കാൾ പ്രകാശം വേണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആകാശത്ത് കണ്ടുവരുന്ന ഒരു നക്ഷത്രത്തെ പറ്റിയിട്ടല്ല,
ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ശരിക്കും ഇവർ പറയുന്നത്. ഈ ഒരു സംഭവത്തെ മൾട്ടിപ്പിൾ ടൈംസ് ഇവർ കണ്ടതുകൊണ്ടായിരിക്കാം ഇതിനെ അവരുടെ ചരിത്രങ്ങളിലൂടെ രേഖപ്പെടുത്താൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. അതോടൊപ്പം ഈ ഒരു സംഭവം ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ബോധക്ഷയം വരികയും താഴേക്ക് വീഴുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വളരെ വളരെ വ്യക്തമായിട്ട് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വലിപ്പത്തെ പറ്റി ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൊറൈസൺ ടു ഹൊറൈസൺ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിന്റെ അനക്കങ്ങളെ പറ്റിയിട്ടും അത് എങ്ങനെയൊക്കെയാണ് ആകാശത്തൂടെ പറക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇവർ വളരെയധികം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം സൗത്ത് സൈഡിലേക്ക് ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് പോയി എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഇതൊരു മീറ്ററൈറ്റോ അല്ലെങ്കിൽ ഒരു ഉലിക്കയോ ആണെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്കേ വന്ന് വീഴുള്ളൂ. പക്ഷേ ഇവർ പറയുന്ന ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ആ കാലത്ത് ജീവിച്ചു വന്ന ഈജിപ്തിന്റെ ഫാരോയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഒരു എംബാരസ്മെന്റ് ആണ്. അതായത് ഇവർക്ക് ഈ ഒരു സംഭവത്തെ യാതൊരു രീതിയിലും തടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സംഭവിച്ച ഇത്തരം മോശപ്പെട്ട ഒരു സംഭവം ഒരിക്കലും റെക്കോർഡ് ചെയ്യപ്പെടാണ്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കീപ്പ് ചെയ്യായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഈ ഒരു സംഭവം എന്താണോ നടന്നത് അത് തന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സീരിയസ്നെസ് എന്തോരുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് 3400 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർ അറിയുന്നു. അതിൽ പിന്നെ ഈ ലോകത്തിലുള്ള ഒരുപാടധികം റിസർച്ചേഴ്സ് പറയുന്നത് ഫയറി ചാരിയറ്റ്സ്, അതായത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഇതിഹാസങ്ങളും ഈ പറയുന്ന സംഭവം ആയിരിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ പറക്കുന്തള്ളിയുടെ കേസ് ആയിരിക്കാം ഇത്. പക്ഷേ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. 1930കളിൽ വത്തിക്കൻ മ്യൂസിയംസിന്റെ ഈജിപ്ഷ്യൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്നു ആൽബർട്ടോ ടുള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈജിപ്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കൈറോയിൽ വെച്ച് 1933 ഇദ്ദേഹത്തിന് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സ്പെസിമെൻ കാണുന്നു. ആ കാലഘട്ടങ്ങളിൽ ഈജിപ്തിൽ ഒരുപാടധികം ആന്റീക്കിന്റെ ട്രേഡുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോ ഫോർട്ട് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം ആന്റീക്ക് സാധനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ കിട്ടും. അതുപോലെ അല്ലായിരുന്നു അന്നത്തെ കാലത്തിലുള്ളത്. ആ കാലത്ത് ആന്റീക്ക് സംഭവങ്ങളുടെ ട്രേഡൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും 100% ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു ആന്റീക്ക് ഷോപ്പിൽ വെച്ചിട്ടാണ് ഒരു പപ്പൈറസ് കാണുന്നത്. ഈ ഒരു സംഭവത്തെ ആദ്യമായി ഇദ്ദേഹം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സത്യം പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു സംഭവം വാങ്ങാനുള്ള ഒരു ശ്രമം ഇദ്ദേഹം നടത്തി. പക്ഷേ ഈ ഒരു പപ്പൈറസിന് പൊന്നിൻ വിലയാണ് ആന്റീക്ക് ഷോപ്പിന്റെ മുതലാളി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു സംഭവം മേടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹത്തിന് ആ ഒരു സംഭവത്തെ വിട്ടുകളയാനും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു സംഭവത്തിന്റെ കോപ്പി കൈകൾ കൊണ്ട് എഴുതിയെടുക്കുന്നു. നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ ഒരു ഹൈറോഗ്ലിഫിന്റെ രൂപത്തിലാണ് ആൽബർട്ടോ ടുള്ളി ആ ഒരു സംഭവത്തെ എഴുതിയെടുത്തത്. അതോടൊപ്പം തന്നെ ഈ പപ്പൈറസ് സ്പെസിമെന്റെ ആ ഒരു വലിപ്പമടക്കം ഇദ്ദേഹം എഴുതിയെടുത്തു എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 20x18 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സ്പെസിമെനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് നടക്കുന്നത് 933 1954 ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം എഴുതിയെടുത്ത ആ ഒരു ഹൈറോഗ്ലിഫിന്റെ ആ ഒരു കോപ്പി അത് വേറൊരാൾക്ക് കിട്ടുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ബോറിസ് ഡെ റാച്ച്ബിൽസ് എന്നാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെൽഫ് ടോട്ട് ഈജിപ്റ്റോളജി എന്തോസിയസ്റ്റ് ആണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ഇത്തരം ഹൈറോഗ്ലിഫുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമൽ ട്രെയിനിങ് അത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക് അത് ഇങ്ങനെ ഒരാളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ അയക്കേണ്ടത് പിയർ റിവ്യൂക്ക് വേണ്ടിയിട്ടാണ്. അതായത് ശാസ്ത്രീയമായിട്ടും അല്ലാണ്ടും ആ ഒരു സംഭവത്തെ പറ്റി റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് കൂടുതൽ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ബോറിസ് അതിനൊന്നും നിന്നില്ല. ഇദ്ദേഹം ഈ ഒരു പേപ്പർ നേരെ കൈമാറിയത് ടിഫനി ടൈലർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ അടുത്തേക്കാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫോർട്ടിയൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഗതി റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതായത് ഇത്തരത്തിലുള്ള അനോമലീസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു മാഗസിൻ പരുവത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ശരിക്കും ഇത്. UFO അല്ലെങ്കിൽ പറക്കുന്തളി എന്നുള്ള ഒരു സംഭവം മെയിൻ സ്ട്രീം ആയിട്ട് വന്നത് 1947 കെനത്ത് അർണോൾഡ് എന്ന് പറയുന്ന ഈ ഒരു പൈലറ്റിന്റെ ഫസ്റ്റ് ഹാൻഡ് റെക്കോർഡിങ്ങിലൂടെയാണ്. അദ്ദേഹം ആ കാലഘട്ടത്ത് വിമാനം പറപ്പിക്കുന്നതിനിടയിൽ മലകൾക്കിടയിലൂടെ ഒരു 9 പറക്കുന്തളികൾ ഇങ്ങനെ നേരെ പോകുന്നതായിട്ട് ഇദ്ദേഹം കാണുന്നു.
ആ ഒരു എൻകൗണ്ടറിലൂടെയാണ് UFO എന്ന് പറയുന്ന ഒരു സംഭവം മിലിറ്ററി എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുകയും പിന്നീട് ഈ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ ലോകം മുഴുവനും വൈറലായി പോയ ഒരു വാർത്തയായിരുന്നു. നമ്മുടെ കൂടെ നമ്മൾക്കറിയാൻ പാടില്ലാത്ത എന്തോ സംഭവം എയറിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത എന്നുള്ള ഒരു ചിന്താഗതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് 3400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു പറക്കുന്തളിയുടെ കഥ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതൊരു മാഗസിനിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. സംഭവം മൂപ്പര് ട്രെൻഡ് പിടിച്ചു പോയതാണ്. പക്ഷേ ഇത് ഈ ലോകം മുഴുവൻ സ്പ്രെഡ് ആവുന്നുള്ളൊരു കാര്യം ഇദ്ദേഹം സത്യം പറയാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെയധികം എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം വൈറലായി പോയ പിന്നെ ഒരുപാടധികം ആൾക്കാർ ഇതിനെപ്പറ്റി വളരെയധികം വ്യക്തമായിട്ട് പഠിച്ചായിരുന്നു. അതിലൂടെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ടുട്ടുമോസ് 3 എന്ന് പറയുന്ന ആ ഒരു ഫാരോ ഭരിച്ചിരുന്നത് 1458 BC-യിലാണ്. പക്ഷേ ഈ പറക്കുന്തളിയെ കണ്ടിരിക്കുന്നത് 1480 BCE-യിൽ വെച്ചിട്ടാണ്. അതായത് 22 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇവിടെ ബോറിസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആൽബർട്ടോ ടുള്ളി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു പേപ്പറിൽ നിന്നാണ് ഈ പപ്പൈറസിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഹൈറോഗ്ലിഫ് ഒക്കെ ഇദ്ദേഹം കണ്ടെത്തുന്നത്. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഹൈറോഗ്ലിഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഫോർമൽ ട്രെയിനിങ് ബോറിസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെയാണ് ഈ ഒരു സംഭവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം പിന്നീട് ഇദ്ദേഹം കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആയിക്കോട്ടെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തെളിയിക്കാനും ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ആൽബർട്ടോ ടുള്ളിയുടെ ആ ഒരു റെക്കോർഡിംഗ് ഇല്ലേ, അതിൻ്റെ അകത്ത് ടുട്ടുമോസ് 3 എന്ന് പറയുന്ന ആ ഒരു ഫാരോയുടെ പേരില്ല എന്നുള്ളതാണ്. ബോറിസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ടുട്ടുമോസ് 3 എന്ന് പറയുന്ന ആ ഒരു ഫാരോയുടെ പേര് പിന്നീട് ആഡ് ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. എല്ലാത്തിനും പുറമെ വേറൊരു വലിയ കുഴപ്പമുണ്ട്. ഇവിടെ ബോറിസ് കണ്ടെത്തിയിരിക്കുന്നത് ആൽബർട്ടോ ടുള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയെടുത്ത ആ ഒരു ഫസ്റ്റ് ഹാൻഡ് ട്രാൻസ്ക്രിപ്ഷൻ അല്ല, പകരം ഒരു കോപ്പിയാണ് ഇദ്ദേഹം കണ്ടിരിക്കുന്നത്. അതായത് ആൽബർട്ടോ ടുള്ളി സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയെടുത്ത ഒരു ഹൈറോഗ്ലിഫ് ഇല്ലേ, അത് ഇദ്ദേഹം ശരിക്കും കണ്ടിട്ടില്ല. അതിനുശേഷം അമേരിക്കൻ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അതിലൂടെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1933 ആൽബർട്ടോ ടുള്ളി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു പപ്പൈറസ് കണ്ടെന്നുള്ളതിനുള്ള യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ആൽബർട്ടോ ഇത്തരത്തിലുള്ള ഒരു പപ്പൈറസ് ഈ പറയുന്ന ആന്റീക് ഷോപ്പിൽ വെച്ച് കണ്ടു എന്നുള്ളൊരു കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ആദ്യമേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കൈവശമില്ല. ഈ ഒരു ഒറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നീട് ആൽബർട്ടോ ടുള്ളീസ് പപ്പൈറസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒഫീഷ്യലി ഒരു ഹോക്സ് ആണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള UFOളജിസ്റ്റ് ഒക്കെ തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യാനുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ UFO എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതായത് ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറയുന്നുള്ളൂ. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാടധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനും പറ്റും. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും ഇതാണ്. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ഒരു സംഭവം ഒരു UFO ആണ് എന്ന് മുദ്ര കുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് മാത്രം 10 ലക്ഷത്തിന്റെ മുകളിൽ വ്യൂസ് ആണുള്ളത്. പക്ഷേ അതിലൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ട് അതിനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരെല്ലാവരും പിന്നീട് സത്യാവസ്ഥ അറിയും. അപ്പൊ പിന്നെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വരും. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളെല്ലാം ഫേക്ക് ആണല്ലേ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. ആ ഒരു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നിരിക്കാം. 3400 വർഷങ്ങൾക്ക് മുന്നേ അവർ അങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതൊരു UFO ആയിരിക്കാം. UFO എന്നുള്ളൊരു സംഭവം വെറും മിത്ത് മാത്രമല്ല, അതൊരു റിയാലിറ്റി ആണ് എന്ന് ഗവൺമെന്റ് അടക്കം അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിലും ഇവരുടെ ഒരു ശാസ്ത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ശാസ്ത്രത്തെക്കാൾ മുകളിൽ കിടക്കുന്ന ഒരു സംഭവമാണെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 3400 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ടൈം ഗ്യാപ്പ് മാത്രമാണ്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനും പറ്റില്ല. ഇതിനെ നമുക്കൊരു UFO മാത്രമായിട്ടായിരിക്കും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, നമ്മൾ എന്ത് കണ്ടാലും അത് UFO ആണ് എന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന ആൾക്കാരാണെന്നുള്ളത്.
പക്ഷേ അത് അങ്ങനെയൊന്നല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവത്തെ പറ്റി അത്ര അധികം സീരിയസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തൊക്കെ തന്നെയാലും ശാസ്ത്രത്തെ മാത്രം ബയസ് ചെയ്ത് സംസാരിക്കാത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.